ഹലോ ഗായ്സ്, എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? എല്ലാവരും സുഖമായിരിക്കുന്നല്ലേ? മഴയൊക്കെ എങ്ങനെ? ഇങ്ങോട്ട് നല്ല മഴയാട്ടോ. ഇപ്പോഴും നല്ല മഴയാണേ. നേരത്തെ മഴ കുറവായിരുന്നു, ഇപ്പോൾ നല്ല മഴയാണ്. പിന്നെ എന്താ ഇപ്പോൾ പറയണ്ടേ? അത്താഴമൊക്കെ കഴിഞ്ഞല്ലേ? നമ്മൾ അത്താഴമൊക്കെ കഴിച്ച് ഞാൻ രാത്രിക്കാണ് വീഡിയോ ചെയ്യുന്നത്. ഞാനിപ്പോൾ പറയാൻ വന്നൊരു കാര്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ ഇടയ്ക്ക് നിങ്ങൾ ഭയങ്കര ഒരു വാർത്തയാണ്. വയനാട്ടിൽ 16 വയസ്സുള്ള ഒരു പെൺകുട്ടീനെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഒരു വിവാദം വന്നൊരു സംഭവം. അപ്പം അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഞാൻ വന്നത്. അതിനെക്കുറിച്ച് പറയാൻ എന്താണെന്നൊക്കെ ചോദിക്കും. പക്ഷേ ഞാനിപ്പോൾ ഇന്ന് എനിക്ക് പെൺകുട്ടീൻ്റെ വീഡിയോ എനിക്ക് കാണാനിടയായി. വല്ലാത്തൊരു സങ്കടം. കാരണം അറിവില്ലാത്തൊരു പ്രായമാണ് പെൺകുട്ടിക്ക്. അപ്പോൾ അറിവില്ലാത്ത പ്രായത്തിൽ ആ പെൺകുട്ടിയെ കാട്ടിക്കൂട്ടുന്നത് എന്താണെന്ന് അതിൻ്റെ ഭാവിയിലേക്ക് ഒരു 10-20 ഒരു 25 വയസ്സാകുമ്പോൾ ആ കുട്ടിക്ക് മനസ്സിലാവുള്ളൂ ഞാൻ ആ സമയത്ത് ഞാൻ എന്താണ് ചെയ്തതെന്നുള്ളതിൻ്റെ. പക്ഷേ ഇപ്പോൾ ആസ്വദിക്കുന്നവർക്ക് അത് ഭയങ്കര ഇതാണ്. കാരണം ഒരു പെൺകുട്ടിയുടെ ജീവിതമാണ്. 16 വയസ്സെന്ന് പറയുമ്പോൾ എത്രയുണ്ട് പ്രായം? അപ്പം ഇനിയുള്ള പെൺകുട്ടികളായാലും ചിന്തിക്കണം. കൂട്ടുകെട്ടും കാര്യങ്ങളും, പ്രത്യേകിച്ച് ആൺകുട്ടികൾ പിള്ളേരുടെ കൂടെയൊക്കെ നമ്മൾ അവരെങ്ങനെയുള്ളവരാണ് എങ്ങനെയാണെന്ന് ഞാൻ ആൺപിള്ളേരെ ഒരിക്കലും കുറ്റം പറയുന്നതല്ല. കാരണം നമ്മൾ സ്നേഹിക്കണം. സ്നേഹവും പ്രേമവും ഇതൊക്കെ ഉള്ളതല്ല. നമ്മളിതൊക്കെ കാലാകാലങ്ങളിൽ നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്നൊരു സംഭവമാണ്. പക്ഷേ അത് വേണ്ടാന്നൊന്നും ആരും പറയുന്നില്ല. അതിനൊക്കെ നമ്മൾ അതിൻ്റെതായ അനുസരിച്ചുള്ള ആളുകൾ നമ്മുടെ പക്വതയും പ്രായവും ഒക്കെ നോക്കി നമ്മൾ പ്രേമിക്കുക. പ്രത്യേകിച്ച് പെൺകുട്ടികളുള്ള അച്ഛനും അമ്മമാരും ഈ വീഡിയോ പ്രത്യേകിച്ച് കാണുന്നത് ഷെയർ ചെയ്യുക. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് ഒരുപാട് ഈ നമ്മുടെ പ്രായം നമുക്ക് അറിവില്ലാത്ത പ്രായത്തിലായിരിക്കും. അപ്പോൾ അച്ഛനും അമ്മയുള്ളവരൊക്കെ ഇപ്പോൾ നമ്മുടെ രാത്രി കാലങ്ങളൊക്കെ നമ്മൾ പ്രത്യേകിച്ച് നമ്മളൊരു 6 മണിക്ക് ശേഷം നമ്മുടെ മക്കളിൽ നിന്ന് നമ്മൾ ആരും പുറത്ത് വിടരുത്. എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോഴത്തെ കാലം അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ വീട്ടിലിരിക്കുന്ന ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോയതല്ല, കൂട്ടുകാരടുത്ത് പോയതാണെന്ന് വിചാരിച്ച് നമ്മളിരിക്കും. പക്ഷേ ഇപ്പോഴത്തെ കാലം അങ്ങനെ ചിന്തിക്കുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ മക്കളോ അതിലും വലിയൊരു മക്കളാണ്. കാരണം മക്കളെ നമ്മൾ നന്നായിട്ട് വളർത്തിക്കൊണ്ടുമ്പോൾ അത് എത്ര നന്നായിട്ട് വളർത്തിയാൽ ഇപ്പോഴത്തെ കൂട്ടുകാർ മക്കൾ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാര്യം എനിക്കറിയത്തില്ല. എൻ്റെ ദൈവമേ, പറയാൻ പേടിയാവുക. ഇപ്പോഴത്തെ വസ്ത്രധാരണയാണ് ഈ പിള്ളേർ ഏറ്റവും കൂടുതൽ വഴിതെറ്റിക്കുന്നത്. പെൺപിള്ളേരൊക്കെ ഇട്ടിടങ്ങുന്ന വസ്ത്രങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പം മോഡലാണ്, കീടലാണ്, എന്താണ്. മക്കൾക്കൊക്കെ നമ്മുടെ ഡ്രസ്സുകളൊക്കെ മേടിച്ച് കൊടുക്കുമ്പോൾ അവരുടെ വസ്ത്രങ്ങൾ, അവരുടെ ശരീരം മറിക്കുന്ന വസ്ത്രങ്ങളൊക്കെ മേടിച്ച് കൊടുക്കുക. പണക്കാർ ചെയ്യുന്നുണ്ട്, വിദേശരാജ്യം ചെയ്യുന്ന വിദേശ രാജ്യത്തിനൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സ്പോട്ടിൽ അവരുടെ തലപ്പെട്ടി തൂരക്കളയും. അതേപോലെയല്ല നമ്മുടെ ഗവൺമെൻറ്. പോയാൽ പോയി, നമുക്ക് പോകും. നമ്മുടെ മക്കൾക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ സഹിച്ചോളുക. കുറച്ച് നാളെങ്കിൽ മീഡിയക്കാരും അയൽക്കാർക്ക് സഹതാപം പറയും. അത് കഴിഞ്ഞ പിന്നെ നമ്മൾ ആരും ഒന്നും പറയാൻ നിൽക്കില്ല. പക്ഷേ വിദേശ രാജ്യങ്ങളിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും അറബി രാജ്യത്തൊക്കെ ആണെങ്കിലുണ്ട് ആ സ്പോട്ടിൽ അവരുടെ തലവെട്ടിക്കളയും. ഇപ്പോൾ ഈ കൊലപാതകങ്ങളും കൊലപാതകങ്ങളും പീഡനങ്ങളൊക്കെ ഏറി വരുന്നത് എന്തുകൊണ്ടാണ്? ശിക്ഷയില്ല ലോകത്ത്. അല്ല, ഈ ലോകത്തൊന്നല്ല, നമ്മുടെ കേരളത്തിൽ ശിക്ഷയില്ല. അവർ പോകുന്നു, അവർ സുരക്ഷിതമായി ഭക്ഷണം കഴിക്കുന്നു. എത്ര നാൾ അവർക്ക് എത്ര വർഷം എത്ര കിടക്കുന്നു, അവരവിടെ കിടന്ന് പണിയെടുത്ത് പൈസ ഉണ്ടാക്കി അവിടെ നിന്ന് ഇറങ്ങി പോരുന്നു. അത്രയുള്ളൂ. അപ്പോൾ പോകേണ്ട ആർക്കാ? അവരോട് നമുക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ മക്കൾക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പോകും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മക്കളെ എത്രത്തോളം സൂക്ഷിക്കാൻ പറ്റുന്ന അത്രത്തോളം സൂക്ഷിക്കുക. ആ പെണ്ണ് ആ രാത്രിക്കൊക്കെ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി പുറത്ത് കൊണ്ടുപോകുമ്പോഴത്തേക്ക് അവർ ഈ സമയം എത്രയാണെന്ന് പറഞ്ഞാലും നമ്മളെപ്പോഴും നമ്മുടെ മക്കളെ ശ്രദ്ധിക്കണം. അവർ റൂമിൽ കിടക്കുകയാണെന്ന് വെച്ചാൽ നമ്മൾ ഇടയ്ക്ക് അവരെ ശ്രദ്ധിക്കണം. അവരെഴുന്നേറ്റ് അവർ കിടക്കുന്ന റൂമിൽ നമ്മൾ പോയി നോക്കണം. ആ പെണ്ണിൻ്റെ വീഡിയോ ഒക്കെ പുറത്തിറങ്ങി വന്ന് നമ്മൾ ആലോചിച്ച് നോക്ക്. ദൈവമേ, എനിക്ക് കണ്ടിട്ട് വല്ലാത്തൊരു വിഷമം തോന്നിയ സംഭവമാണത്. എന്നാ പറഞ്ഞെന്ന് പറഞ്ഞാൽ ആ പിള്ളേരിന് എത്ര ഇതിൽ നടന്നെന്ന് പറഞ്ഞാൽ അവരുടെ വസ്ത്രങ്ങൾ നോക്കുക. അവരെന്ത് മാന്യമായിട്ടാണ് വസ്ത്രം ധരിച്ചുകൊണ്ട് നടക്കുന്നത്. പക്ഷേ ഈ പെണ്ണുങ്ങൾ എന്താണ് ഇങ്ങനെ വസ്ത്രം ധരിച്ച് നടക്കുന്നത്? ഇവർക്ക് കൊടുത്ത അവയവങ്ങൾ മുഴുവൻ അവർ പുറത്ത് കാണിച്ച് നടക്കുക. എന്തൊക്കെ തോന്നിവാസങ്ങളും നമ്മുടെ ലോകത്ത് നടക്കുന്ന. എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് അവർക്ക് ഇപ്പോഴത്തെ കാലം എങ്ങനെയാണ്? പഴയ കാലത്ത് നിങ്ങൾ ജീവിച്ച പോലെ അല്ല. എന്തെങ്കിലും പറയുമ്പോൾ അത് സദാചാരമായി, അല്ലെങ്കിൽ അത് അങ്ങനെയായി, ഇതിങ്ങനെയാണ്. നിങ്ങളുടെ കാലം പോലെയല്ല. ഇത് പുതിയ തലമുറകളാണ്. പുതിയ തലമുറകൾക്ക് സംഭവിക്കുന്ന ഓരോരിതാണ് പറയുന്നത്. ഇപ്പോഴത്തെ കാലഘട്ടം ഇങ്ങോട്ട് കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കാത്തതിൻ്റെ കാരണങ്ങൾ എന്താണ്?
ആർക്കും കല്യാണം വേണ്ട, എല്ലാവർക്കും ഒറ്റയ്ക്ക് ജീവിക്കാൻ. എന്ത് കാരണം കൊണ്ടാണ് അവർ ഒറ്റയ്ക്ക് ജീവിക്കാൻ കാരണം എന്ന് നിങ്ങൾക്ക് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അപ്പം നമുക്ക് നമ്മുടെ മക്കളെ പഠിപ്പിച്ച് ഒരു കുടുംബമായി ജീവിക്കണം എന്നൊക്കെ നമ്മുടെ കാരണവന്മാർ നമ്മൾ ആഗ്രഹിക്കുന്നതാണ്. കൂടുതലും ഈ കാലം എത്രയും നമ്മുടെ മക്കൾക്ക് ശിക്ഷണങ്ങളില്ല. വീട്ടിൽ ശിക്ഷിക്കാൻ പാടില്ല, സ്കൂളിൽ ശിക്ഷിക്കാൻ പാടില്ല, പുറത്താരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ പേരിൽ കേസായി. പിന്നെ നമ്മുടെ മക്കളെങ്ങനെ വഴി തെറ്റാതിരിക്കുക? അവരെന്ത് കാണിച്ചിട്ടുണ്ടെങ്കിലും അവർക്ക് ഒന്നും ചെയ്യലെന്നുള്ളൊരു മനോധൈര്യം ഉണ്ട് അവർക്ക്. പണ്ട് നമ്മളൊക്കെ വളർന്നു വന്ന കാലത്ത് അങ്ങനെയാണ്. നമ്മുടെ വീട്ടിൽ ശിക്ഷണമുണ്ട്. നമ്മൾ സ്കൂളിൽ ചെന്നിട്ടുണ്ട്, അധ്യാപകരടുത്ത് നമുക്ക് എന്ത് ചെറിയ തെറ്റ് കാണിച്ചാൽ പോലും നമ്മുടെ ചെവി പിടിച്ച് പിരിക്കുക, അല്ലെങ്കിൽ വലിയ ശിക്ഷണം ഉണ്ടെങ്കിൽ അവർ ചൂരലും നമ്മൾ അടിക്കുകയോ ചെയ്യുമായിരുന്നു. ഈ കാലത്ത് എന്തെങ്കിലും പറയാൻ പറ്റുമോ? കൂടി വന്നാൽ പറയും രക്ഷിതാക്കളെ വിളിച്ചിട്ട് ക്ലാസ്സിൽ കയറിയാൽ മതിയെന്ന്. അത്രയും അതിൽ കൂടുതൽ. അപ്പോൾ പിള്ളേർക്ക് പഠിക്കാൻ നമ്മൾ എന്ത് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾക്ക് ഒന്നും ആരും നമ്മളെ ശിക്ഷിക്കാൻ വരില്ല എന്നുള്ളൊരു മനോധൈര്യം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇത് കൊണ്ടാണ് മക്കൾ ഇപ്പോഴത്തെ മക്കൾ ഇങ്ങനെ നടക്കുന്നത്. ഒരേ പിള്ളേർ സ്കൂൾ വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ ദിവസം പിന്നെ എവിടെയോ പോയിട്ട് ഞാൻ വൈകുന്നേരം പിന്നെ ബസ്സിൽ ഇങ്ങോട്ട് വരും കേട്ടോ. ബസ്സിൽ ഇങ്ങോട്ട് വരുമ്പം ഒരു പെൺകുട്ടി, ആ കുട്ടി എവിടെയോ ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ട് വരുവാ. അന്നേരം ആ പെൺകുട്ടിക്ക് പിണങ്ങോടിറങ്ങേണ്ട കുട്ടിയാണത്. കാവുമന്നത്താണ് ആ കുട്ടി ബസ്സിൽ കയറുന്നത്. എന്നിട്ട് ആ കുട്ടി പിണങ്ങോടിറങ്ങേണ്ട കുട്ടി കൽപ്പറ്റ പോയ സമയം ഒരു 5:30-6 മണിയുടെ അടുത്തായിട്ടുണ്ട്. അടുത്ത ബസ്സിന് പോരാന്ന് കൂട്ടുകാരി ചോദിക്കുന്നുണ്ട്, നീ ഇവിടെ ഇറങ്ങുന്നില്ലേന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, ഇല്ല ഞാൻ പിന്നെ കൽപ്പറ്റ ഇറങ്ങുന്ന അടുത്ത ബസ്സിൽ. അപ്പോൾ പെൺപിള്ളേർ നമ്മൾ സ്കൂൾ വിടുന്നൊരു സമയമാകുമ്പോൾ നമ്മൾ അന്വേഷിക്കണം. നമ്മുടെ മക്കൾ വരുമ്പോൾ നമ്മൾ വഴക്ക് പറയണം, ഇത്രയും താമസിക്കുന്ന ഒരു സമയം, ഒരു ബസ്സിൻ്റെ സമയമായാലും സ്കൂൾ വിട്ടൊരു ഏകദേശം ഒരു സമയത്ത് നമ്മുടെ മക്കൾ വീട്ടിൽ വന്നിട്ട് നമ്മൾ ചോദിക്കണം. അപ്പോൾ ഈ മക്കളിങ്ങനെ നടക്കുന്ന കാണുമ്പോഴത്തേക്ക് ആർക്കായാലും എന്നുള്ള ഇപ്പോൾ കള്ളും കഞ്ചാവിൻ്റെ ലോകമാണ്. എന്തൊക്കെയാണ് മറിമായങ്ങൾ നടക്കണമെന്ന്, ആരെയാണ്, മനുഷ്യനാണോ മൃഗമാണോ എന്നൊന്നും ആർക്കും തിരിച്ചറിയാൻ പറ്റുന്നില്ല കഞ്ചാവും കള്ളും കൊണ്ട്. കള്ള് അത്രയില്ല, ഈ കഞ്ചാവ് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കല്ലേ ബോധവും വെളിവുണ്ടോ? അപ്പം നമ്മൾ പെൺമക്കളുള്ളവരാണ്, നമ്മളാണ് സൂക്ഷിക്കേണ്ടത് കാര്യങ്ങളൊക്കെ. അപ്പം ഞാൻ പറയുന്നത് നമ്മുടെ മക്കളെയൊക്കെ നമ്മൾ നന്നായി വളർത്തിക്കൊണ്ട് വരിക, നല്ല നല്ല വസ്ത്രങ്ങൾ നമ്മുടെ മക്കൾക്ക് നമ്മുടെ വസ്ത്രങ്ങൾ ഏത് വേണമെന്ന് നമ്മളാണ് തീരുമാനിക്കുന്നത്. ഓരോ പെൺപിള്ളേരൊക്കെ ഇട്ട് നോക്കുന്ന ഡ്രസ്സ് കണ്ടിട്ടുണ്ടോ? എന്ത് മോശമായിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ചാണ് പെൺപിള്ളേരൊക്കെ നടക്കുന്നത്. ആണുങ്ങൾ അവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ അവരെന്നാ നോക്കി അവർ പീഡിപ്പിക്കാൻ തുടങ്ങി. അതിനൊന്നും നമ്മൾ അവസരം കൊടുക്കാതിരിക്കുക. പിന്നിട്ട് നീ വെറുതെ എന്താ ഭയങ്കര ഇതായിട്ട് വന്ന് എന്നെ വല്ലൊരു ചീത്ത പറയുമെന്ന് എനിക്ക് പേടിയാണ് ഇങ്ങനത്തെ കാര്യങ്ങളോട്. കാരണം ഇങ്ങനത്തെയൊക്കെ കാണുമ്പോൾ നമ്മൾ പറഞ്ഞു പോകും. അപ്പം നമ്മുടെ മക്കളെ ശ്രദ്ധിക്കുക എല്ലാവരും. എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ള കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടിക്ക് വന്ന പോലെ ഒന്നും ഒരു മക്കൾക്ക് ഇനി വരാതിരിക്കട്ടെ. ആ പെൺകുട്ടിയുടെ ജീവിതം ഒന്ന് ആലോചിച്ച് നോക്ക്. ഇനി ആ പെൺകുട്ടിക്ക് ഒരു ഭാവി ഉണ്ടാവുമോ? ഒരു വിഭാഗ ജീവിതം ഉണ്ടാവുമോ? ഇനി ഉണ്ടാവില്ല. കാരണം വെച്ചാൽ ആ പെണ്ണിൻ്റെ ജീവിതം നശിപ്പിച്ചു. പ്രേമത്തിൻ്റെ പേര് വിളിച്ചിറക്കിക്കൊണ്ട് പോവുക, പെൺപിള്ളേരെ വെച്ച് വീഡിയോ എടുത്തിട്ട് അത് പുറത്ത് വിടാൻ അത്ര മോശമായിട്ടുള്ള ഇതാണ്. അപ്പോൾ നമ്മൾ ഒരാണെങ്കിൽ ആരെ സ്നേഹിച്ചാലും എടുത്താലും നമ്മൾ ഒരിക്കലും ഒരാണുങ്ങൾ ഒരു കല്യാണം കഴിയാതെ ഒരു മക്കളും ആര് വിളിച്ചാലും പോകാതിരിക്കുക. മക്കളെ നിങ്ങളൊക്കെ, നമ്മുടെയൊക്കെ ജീവിതം ഒന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരുടെ കൂടെ നമുക്ക് സ്വാതന്ത്ര്യമാണ്, നമുക്ക് ഇഷ്ടമുള്ളവരുടെ കൂടെ ജീവിക്കാം. അതിപ്പോൾ ജാതിയോ മതമൊന്നുമല്ല. നമ്മളെ നന്നായി നോക്കുന്ന ആളാണോ, അല്ലെങ്കിൽ നമുക്ക് നല്ല കേസെങ്കിൽ ഇപ്പോൾ ഞാൻ പറയാം, ഇപ്പോൾ ഒരാൾ നമ്മളെ സ്നേഹിച്ചു, എന്നെ ഇഷ്ടപ്പെട്ട കുറേ നാളെങ്കിൽ നമ്മൾ ഫോൺ വിളിച്ച് അവരെ കണ്ട് വർത്താനം പറഞ്ഞ് നിന്നിട്ട് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് അവിടെ വരുമോ ഇവിടെ വരുമോ, നിങ്ങൾ അങ്ങനെയുള്ളവരെ നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം അവന്മാർ നമ്മൾ ആത്മാർത്ഥമായിട്ടല്ല സ്നേഹിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, അത്രയൊക്കെ പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് ഷെയർ ചെയ്യുക, പരമാവധി എല്ലാവരും എത്തിക്കുക. എല്ലാവരും കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയുക. എല്ലാവർക്കും നല്ലത് മാത്രം പറ്റുമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, ബൈ.